വാട്സ്ആപ്പ് ഗീസ് ബോക്സ്മെന്റ് നാസിമാണ്. ഡിലീറ്റ് ആയിപ്പോഴുള്ള കോൾ ഹിസ്റ്ററി ഒരുപാട് നാളായിട്ട് എടുക്കാൻ നോക്കിയിട്ടും കിട്ടാത്ത ആളുകളാണെങ്കിൽ ഇന്നത്തെ വീഡിയോ ഉറപ്പായിട്ട് ഉപകാരപ്പെടും. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ടെനോഷോർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഓൾ ഡേറ്റ റിക്കവറി എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഏകദേശം 4 കൊല്ലം മുമ്പ് വരെ നിങ്ങൾ ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ടുള്ള ഇൻകമിംഗ് ഔട്ട് ഗോയിങ് മിസ് കോൾ, ഇത്തരത്തിലുള്ള ഡിലീറ്റ് ആയിപ്പോഴുള്ള കോൾ ഹിസ്റ്ററി നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ആദ്യം തന്നെ ഒരു കാര്യം പറയുകയാണ്, ഇതൊരു മൊബൈൽ ആപ്ലിക്കേഷൻ അല്ല. ഇവരുടെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു PC അല്ലെങ്കിൽ ലാപ്പ് സോഫ്റ്റ്വെയർ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ച് നിർദ്ദേശങ്ങൾ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഉറപ്പായിട്ടും വെച്ച് കൊടുക്കുക. ആദ്യം വൈപ്പ് ചെയ്യേണ്ട നേരം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. ടെനോഷോർ ഓൾ ഡേറ്റ റിക്കവറി എന്ന് പറഞ്ഞ ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റ് ആയിട്ടും വെച്ചിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ടെനോഷോർ ഓൾ ഡേറ്റ റിക്കവറി എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിന്റെ ഒഫീഷ്യൽ പേജിലേക്ക് നമ്മൾ ചെല്ലും. ഇത്തരത്തിലുള്ള ഇന്റർഫേസ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ഫ്രീ ഡൗൺലോഡ് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇതിൽ തന്നെ കാണാം. താഴേക്ക് പോയി കഴിയുമ്പോൾ ഏതൊക്കെ സിനേരീസിൽ നിന്ന് നമുക്ക് ഈ ഒരു ഡാറ്റാസ് റിക്കവർ ചെയ്തെടുക്കാമെന്ന് കാണിക്കുന്നുണ്ട്. ആക്സിഡന്റൽ ഡിറ്റൻഷൻ, ബാക്കപ്പ് ഇല്ലാത്ത മൊബൈല്, വാട്ടർ ഡാമേജ്, വൈറസ് അറ്റാക്ക് ചെയ്തത്, ബ്ലാക്ക് സ്ക്രീൻ, ഇനി സ്ക്രീൻ ടച്ച് പോയതാണെങ്കിലോ അല്ലെങ്കിൽ സ്ക്രീൻ പൊട്ടിയതാണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഏകദേശം 6000+ ആൻഡ്രോയിഡ് ഡിവൈസിൽ നിന്ന് പല കമ്പനികളുടെയും പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കമ്പനികളുടെ എല്ലാ മൊബൈലിൽ നിന്ന് നമുക്ക് ഈ ഒരു കോൾ ഹിസ്റ്ററി എടുക്കാൻ സാധിക്കും. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ കുറച്ച് ഡീറ്റെയിൽ ഇവർ കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് SD കാർഡിൽ നിന്ന് റിമൂവ് ആയി പോയിട്ടുള്ള ഡാറ്റാസും ഡിലീറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റാസും നമുക്ക് റിക്കവർ ചെയ്തുള്ള എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവർക്ക് തരുന്നുണ്ട്. പിന്നീട് നമുക്ക് 3 സ്റ്റെപ്പ് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് ഈ ഒരു സൈറ്റിൽ തന്നെ അവർ കാണിച്ചു തരുന്നുണ്ട്. ഈ ഒരു സോഫ്റ്റ്വെയർ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് സ്ക്രീൻഷോട്ട് വഴി ഇവർ കാണിച്ചു തരുന്നുണ്ട്. പിന്നീട് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഏതൊക്കെ ആൻഡ്രോയിഡ് ഡിവൈസിലാണ് ഇത് വർക്ക് ആകുന്നതെന്ന്, ആൻഡ്രോയിഡ് 6 മുതൽ ആൻഡ്രോയിഡ് 14 വരെ നമുക്ക് ഈ ഒരു ഡാറ്റാസ് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. വിൻഡോസിലും മാക്കിലും നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ലൈ ചെയ്ത് വർക്ക് ചെയ്യാൻ സാധിക്കും. വീണ്ടും മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഡൗൺലോഡ് ആകുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓൾ ഡേറ്റയുടെ EXE ഫയൽ നമുക്ക് ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമ്മുടെ ഡൗൺലോഡ് സെക്ഷനിൽ വന്ന ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. ഇതിനുവേണ്ടി നമ്മൾ ആ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആക്കാൻ പോവുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ എന്ന് കാണാൻ സാധിക്കും. നിങ്ങളുടെ നെറ്റ് കണക്ഷൻ ഓൺ ആയിരിക്കണം. അതിനുശേഷം ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. നിങ്ങൾ യൂസ് ചെയ്യുന്ന PCയുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് ഇത് ഇൻസ്റ്റാൾ ആകാനുള്ള കുറച്ച് താമസം വരും. അത്രത്തോളം നേരം നിങ്ങൾ ക്ഷമയോടെ തന്നെ കാത്തിരിക്കുക. ഈ ഒരു സോഫ്റ്റ്വെയർ മൊത്തത്തിൽ ഇൻസ്റ്റാൾ ആയി കഴിയുമ്പോൾ നമുക്ക് സ്റ്റാർട്ടം എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. ഇത് ലോഞ്ച് ചെയ്യാനുള്ളത്. ഇതിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മൊബൈലിലെ കോൾ ഹിസ്റ്ററി ഞാൻ കാണിച്ചു തരികയാണ്. ഈ ഒരു കോൾ ഹിസ്റ്ററി മൊത്തത്തിൽ ഞാൻ ഇവിടെ വെച്ച് ഡിലീറ്റ് ചെയ്ത് കളയാൻ പോവുകയാണ്. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തു ഓൾ ഡിലീറ്റ് ഞാൻ കൊടുക്കുകയാണ്. ഇപ്പോൾ ഇനി നിങ്ങൾക്ക് കണ്ടാലറിയാം നോ റീസെന്റ് കോൾസ് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കോൾ ഹിസ്റ്ററി മൊത്തത്തിൽ ഡിലീറ്റ് ആയിട്ടുണ്ട്. സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ ആൻഡ്രോയിഡ് ഡാറ്റ റിക്കവറി, വാട്സ്ആപ്പ് റിക്കവറി, ഗൂഗിൾ ഡ്രൈവ് റിക്കവറി, ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഇത് നമുക്ക് വേണ്ടത് ആൻഡ്രോയിഡ് ഡാറ്റ റിക്കവറിയാണ്. ആദ്യത്തെ ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു USB വഴി നമ്മുടെ മൊബൈലിനെ ലാപ്ടോപ്പിലേക്ക് അല്ലെങ്കിൽ PCയിലേക്ക് കണക്ട് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. കുറച്ച് ഇൻസ്ട്രക്ഷൻസും നമുക്ക് അവർ തരുന്നുണ്ടായിരിക്കും. ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് നമ്മുടെ മൊബൈലിൽ ചെയ്യേണ്ടതാണ്. നമ്മുടെ മൊബൈലിന്റെ നോട്ടിഫിക്കേഷൻ ബാറിൽ USB ഫയൽ ട്രാൻസ്ഫർ എന്ന് കാണാൻ സാധിക്കും. ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്, ട്രാൻസ്ഫറിങ് ഫയൽ ആൻഡ് ആൻഡ്രോയിഡ് ഓട്ടോ. ഇതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ സെറ്റിംഗ്സിലേക്ക് വന്നതിന് ശേഷം ഇവിടെ സെർച്ച് ബാറിൽ ബിൽഡ് നമ്പർ എന്ന് നിങ്ങൾ ഇതേപോലെ സെർച്ച് ചെയ്യുക. ഈ ഒരു ബിൽഡ് നമ്പർ വന്നു കഴിയുമ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബിൽഡ് നമ്പർ എന്നുള്ള ഒരു ഓപ്ഷൻ അവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ ഒരു 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഡെവലപ്പർ ഓപ്ഷൻ ഓപ്പൺ ആയി കിട്ടും. സെറ്റിംഗ്സിലേക്ക് വീണ്ടും വന്നതിന് ശേഷം സെർച്ച് ബാറിൽ ഡെവലപ്പർ ഓപ്ഷൻ നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കുക. അവിടെ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡെവലപ്പർ ഓപ്ഷൻ കിട്ടുന്നുണ്ടായിരിക്കും. ഈ ഡെവലപ്പർ ഓപ്ഷനിൽ USB ഡീബഗിങ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നിങ്ങൾക്ക് വരുന്ന ഒരു അലോ കൊടുക്കാനുള്ള ഒരു പോപ്പപ്പ് നോട്ടിഫിക്കേഷൻ ആയിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ കുറച്ച് ഡീറ്റെയിൽസ് അവർ ചോദിക്കുന്നുണ്ടായിരിക്കും, പെർമിഷൻസ്. ഈ ഒരു പെർമിഷൻസ് എല്ലാം അലോ തന്നെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മൊബൈൽ PCയുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. തൊട്ട് പിന്നാലെ തന്നെ കണക്ടർ എന്നുള്ളൊരു ഓപ്ഷൻ ചില മൊബൈൽ ഫോണിൽ ചോദിക്കും. അത് നിങ്ങൾ
അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളോട് ഒരു ഫോൾഡർ സെലക്ട് ചെയ്യാൻ ചോദിക്കുന്നുണ്ടായിരിക്കും. നമുക്ക് യൂസ് ദിസ് ഫോൾഡർ എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തതിന് ശേഷം എലോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓപ്പൺ ആയി കിട്ടും. ഇത്തരത്തിലുള്ള ഒരു ഇന്റർഫേസ് ആയിരിക്കും പിന്നീട് നമ്മുടെ PC-യിൽ വരുന്നത്. ഇവിടെ ഓൾ സെലക്ട് ആണ് കാണിക്കുന്നത്. കോൺടാക്ട്, മെസ്സേജ്, കോൾ ഹിസ്റ്ററി, ഫോട്ടോസ്, വീഡിയോസ് എല്ലാം തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് വേണ്ടത് കോൾ ഹിസ്റ്ററി ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ കോൾ ഹിസ്റ്ററി സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. കുറച്ച് സമയം നിങ്ങളുടെ PC-യുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് കുറച്ച് സമയം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതൊന്ന് 100% ആകാനാണ് നമ്മളിത് വെയിറ്റ് ചെയ്യുന്നത്. ഈ ഒരു സ്കാനിങ് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇനി ഡീപ്പ് ആയിട്ടുള്ള ഒരു സ്കാനിങ് ആണ് ഈ ഒരു സോഫ്റ്റ്വെയർ നടത്തുന്നത്. അതിനുള്ള ഒരു ടൈം നിങ്ങൾക്ക് മുകളിൽ കാണിക്കുന്നുണ്ടായിരിക്കും. ഇവിടെ നമുക്ക് 4 മിനിറ്റ് ആണ് കാണിക്കുന്നത്. പക്ഷേങ്കിൽ 4 മിനിറ്റ് ഒന്നും എടുക്കത്തില്ല. അതിന് മുമ്പ് തന്നെ ഒരു സ്കാനിങ് ആരംഭിച്ചിട്ടുണ്ട്. 100% ഇവിടെ ആകുന്നുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ കോൾ ഹിസ്റ്ററി എന്നുള്ള ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു കോൾ ഹിസ്റ്ററിയിലാണ് നമ്മളിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുള്ള എല്ലാ ഡേറ്റാസും വരുന്നത്. ഞാനിവിടെ കുറച്ച് ഡേറ്റാസ് മാത്രമായിരുന്നു ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരുന്നത്. കുറച്ച് ദിവസത്തെ മാത്രമാണ് കളഞ്ഞിരുന്നത്. പക്ഷേങ്കിൽ ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും തൊട്ടപ്പുറത്ത് ആ കോൾ ഹിസ്റ്ററി എന്നുള്ള സ്ഥലത്ത് ഒരുപാട് കോൾ ഹിസ്റ്ററി എന്ന് വെച്ചാൽ നമ്മൾ ഇതിന് മുന്നേയും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുള്ള കോൾ ഹിസ്റ്ററി മൊത്തത്തിൽ ഫെച്ച് ആകുന്നുണ്ട്. ഏകദേശം ഇപ്പോൾ 1000-ഓളം കോൾ ഹിസ്റ്ററി നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന നമ്പർ എന്താണോ അത് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് സേവ് ചെയ്യാത്ത നമ്പർ കാണിക്കുന്നുണ്ട്, ഫോൺ നമ്പർ കാണിക്കുന്നുണ്ട്, ഡേറ്റ് കാണിക്കുന്നുണ്ട്, ഔട്ട് ഗോയിങ്, ഇൻകമിങ്, മിസ് കോൾ കാണിക്കുന്നുണ്ട്, എത്ര നേരം നമ്മൾ സംസാരിച്ചു എന്നുള്ള ഒരു ഡ്യൂറേഷനും കാണിക്കുന്നുണ്ട്. ടോട്ടൽ 1427 ഡിലീറ്റഡ് കോൾ ഹിസ്റ്ററി എനിക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ PC-യിലേക്കോ മൊബൈലിലേക്കോ കൺവേർട്ട് ചെയ്ത് മാറ്റണം. ഇങ്ങനെ കണ്ടിട്ട് കാര്യമില്ല, ഒരു പ്രിന്റ് എടുക്കണം. ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു കോൾ ഹിസ്റ്ററിയുടെ അവിടെ കാണുന്ന ഒരു ടിക്ക് മാർക്ക് ഇടുക. ദെൻ റിക്കവർ ടു PC എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഓപ്ഷൻ നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ PC-യിൽ ഒരു ടാർഗറ്റ് ആയിട്ടുള്ള ഫോൾഡർ കാണിച്ചു കൊടുക്കാനാണ്. ഞാനിവിടെ നമ്മുടെ എൻ്റെ PC-യിൽ സോങ്സ് എന്ന് പറയുന്ന F ഫോൾഡറിലാണ് ഞാൻ ഈ ഒരു ഡാറ്റാസ് എല്ലാം സേവ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞാൻ മേക്ക് എ ന്യൂ ഫോൾഡർ കൊടുത്തതിന് ശേഷം കോൾ റിക്കവറി എന്നുള്ളൊരു ഫോൾഡർ ക്രിയേഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഞാൻ ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്തപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത് നമ്മുടെ ഹിസ്റ്ററി മൊത്തത്തിൽ അവിടെ ഫെച്ച് ആകുന്നതാണ്. ഇതേപോലെ പ്രോസസ്സിംഗ് എന്നുള്ളൊരു കാര്യം നമുക്ക് കാണിക്കുന്നുണ്ടായിരിക്കും. 100% ആയിക്കഴിഞ്ഞാൽ സക്സസ്ഫുള്ളി എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കും. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ഫയല് ഡയറക്റ്റ് ആയിട്ട് എക്സലിലേക്ക് ഓപ്പൺ ആകുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ എക്സൽ എടുത്ത് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഓട്ടോമാറ്റിക് നമുക്ക് ആ ഒരു ഫോൾഡർ വരുന്നുണ്ട്. ഇവിടെ എക്സൽ ഫോർമാറ്റ് ആണ് കാണിക്കുന്നത്. ജസ്റ്റ് അതിലൊന്ന് ഓപ്പൺ ചെയ്യുക. എക്സൽ ഓപ്പൺ ചെയ്ത് വരുന്നുണ്ട്. കോൾ ഹിസ്റ്ററി മൊത്തത്തിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം. എക്സൽ ഫോർമാറ്റിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ ആദ്യം കാണുന്നത് നെയിം, നമ്പർ കാണിക്കുന്നുണ്ടായിരിക്കും. ഈ ഒരു നമ്പരോ അല്ലെങ്കിൽ നമ്മൾ സേവ് ചെയ്തിട്ടിരിക്കുന്ന പേരെന്താണോ അത് കാണിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ വിളിച്ചിരിക്കുന്ന മൊബൈൽ നമ്പർ, ആ ഒരു മൊബൈൽ നമ്പർ കാണിക്കുന്നുണ്ട്. ടൈം കാണിക്കുന്നുണ്ട്. അതേപോലെ ഇൻകമിങ്, മിസ് കോൾ ആണോ ഔട്ട് ഗോയിങ് ആണോ എന്ന് കാണിക്കുന്നുണ്ട്. കോൾ ഡ്യൂറേഷൻ കാണിക്കുന്നുണ്ട്. എല്ലാ ഡീറ്റെയിലും നമുക്ക് ഈ ഒരു എക്സൽ ഫോർമാറ്റിൽ നിന്നും പ്രിന്റ് എടുക്കാനും സാധിക്കും. ഡിലീറ്റ് ആയിപ്പോഴുള്ള കാര്യം വളരെ കൃത്യമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. അങ്ങനെ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും വെച്ചു കൊടുക്കുക. ഇതേപോലെ നല്ല നല്ല വീഡിയോസിന് വേണ്ടി റോക്കേഴ്സ് മീഡിയ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം. മറ്റൊരു നല്ല വീഡിയോ കാണുമ്പോൾ നാസ്മി സൈനിങ് ഓഫ്. താങ്ക് യു.